മാത്രമേ ഈ ഭൂലോകത്തുള്ളൂ എന്നതിന് യാതൊരു സംശയവും വേണ്ട. അമ്മക്ക് തുല്യരായി ഒരാളെ കാണാൻ സാധിക്കില്ല. ജാതിയില്ല, മതമില്ല എന്ന് മാത്രമല്ല, ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരാധിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയവും വേണ്ട. അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മീയതയിൽ അധിഷ്ഠിതമായി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മ പരിപാടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹൽ വ്യക്തിയുണ്ടെങ്കിൽ അതമ്മ മാത്രമാണ്. ആ കാര്യത്തിൽ സംശയവും വേണ്ട. ഇത് നമുക്കെല്ലാവർക്കും ഏത് കാലത്തേക്കും നമുക്കെല്ലാവർക്കും ആവേശവും അതുപോലെ തന്നെ നമുക്ക് ദർശനവും അമ്മയിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അമ്മയെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കരുണാനിധി എന്നാരെയെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അമ്മ തന്നെയാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഞാൻ പറയട്ടെ, അമ്മയെ സംബന്ധിച്ചോടും അമ്മ നമുക്കെന്നും മാതൃകയായിരിക്കും. അമ്മക്ക് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. കുര്യൻജിയെയോ മാണിസാറിനെയോ പോലെ വല്ലപ്പോഴും വിശ്വാസം പ്രഖ്യാപിക്കുന്ന ആളല്ല ആര്യാടൻ. ആത്മീയതയുടെ ചണ്ടപ്പുറത്ത് എവിടെ കോലു വീണാലും ദേശീയ മുസ്ലിമായ ആര്യാടൻ അവിടെ എത്തും. വാസ്തവത്തിൽ ഞാൻ ഒരു 50 വർഷമായി ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയധികം ജനങ്ങളുള്ള ഒരു പരിപാടി ഞാൻ ആദ്യമായി കാണുകയാണ്. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്നു. ഇത്ര ആളുകൾ വെളിയിലുമുണ്ടെന്നുള്ള കാര്യം ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാസ്തവത്തിൽ എന്തോ ഒരു വലിയ മാന്ത്രിക ശക്തി നമ്മുടെ ഉസ്താദിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഞാൻ ഇന്ന് രാവിലെ പ്ലെയിൻ ഇറങ്ങി കുറച്ച് ആളുകൾ ഈ യോഗത്തിൽ സംബന്ധിക്കേണ്ടവർ ആ പ്ലെയിനിലുണ്ടായിരുന്നു. വന്നിറങ്ങുമ്പോൾ എന്തൊരു മഴയായിരുന്നെന്നറിയാമോ? ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങിപ്പോകുമെന്ന്. പക്ഷേ എന്താണ് ഉസ്താദ് ഇതിന് ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഏതായാലും ഈ സമ്മേളനം ഒരു കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും ഉന്നതനായ നേതാവ് കാന്തപുരം ഉസ്താദാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടന്ന് കാണുന്നത്. ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഉസ്താദ് ചെയ്യുന്ന അത്ര ഇല്ലെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും ജനസേവനം നടത്താൻ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ജനസേവനത്തിനുള്ള പിന്തുണയാണ് ഇവിടെ ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ കാണണം. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. 17 ദിവസം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഉഴുത് മറിച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുത്ത് ഇന്ന് ഉസ്താദ് നല്ല വിളവുള്ള ഈ പറയുന്ന മാനവികത ഇവിടെ നട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം.
കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും. ഉസ്താദ് എന്നാൽ കാന്തപുരം ഉസ്താദ്, ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ വലിയുല്ലാഹി, സുന്നികളുടെ അമൃതാനന്ദം. രണ്ടിലും വ്യത്യാസം കാണുന്നില്ല ആര്യാടൻ. എന്തിനും വിശ്വസിക്കും ആര്യാടൻ, ആരെയും പുകഴ്ത്തും ആര്യാടൻ. ആര്യാടാനന്ദ